രോഗമുണ്ടോ? ഒന്നുമില്ല. ആ സ്വർഗത്തിലൂടെ ആദം നബി അലൈഹിസ്സലാം ഇങ്ങനെ അടിച്ചു പൊളിച്ചു നടക്കുകയാ. സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ ആദം നബി ഇങ്ങനെ നടക്കുമ്പോ അല്ലാഹ് ചോദിച്ചു, എന്തേ ആദവേ നിനക്കൊരു സന്തോഷം ഇല്ലാത്ത? അള്ളാന്റെ സ്വർഗത്തിലൂടെ നടന്നു പോകുന്ന ആദം നബിയോട് യോഗമെന്താ? അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനും താരാട്ടുപാടാന് തൊഴിമാറ് പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. അവിടെ കള്ളിന്റെ ആറുണ്ടെന്ന്. കള്ള് ഇവിടെ കുടിക്കാതിരുന്ന അവിടെ പോയി ആറിനകത്തുനിന്ന് കോരി കുടിക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആദം നബി സ്വർഗത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോ അള്ളാഹു ചോദിച്ചു, എന്റെ ആദമേ നിനക്കൊരു സന്തോഷം ഇല്ലാത്ത? ആദം നബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ല അല്ലാഹ്. എവിടെ വെച്ച്? സ്വർഗത്തിൽ വെച്ച്. സ്വർഗത്തിലെ സർവ്വ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടും ആദം നബി പറഞ്ഞത് ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ല അല്ലാഹ്, എന്തോ ഒരു കുറവുള്ളത് പോലെ. ഹവ്വാ റളിയല്ലാഹു തആല അനുഗ്രഹം കൊടുത്തപ്പോൾ ആദം നബി പറഞ്ഞത് ഇപ്പോഴാ റെഡിയായെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതാ ജീവിതം, സ്വർഗത്തിനെക്കാളും വലുത്. അതാണ് കുടുംബ ജീവിതം. പക്ഷെ ജീവിക്കേണ്ടതുപോലെ ജീവിക്കണം. അതാ നിനക്ക് തോന്നണത് പോലെ ഈ സീരിയലും സിനിമയും കണ്ടിട്ട് സ്നേഹിക്കാൻ നിന്ന ഖിയാമത്ത് നാൾ വരെ നടക്കൂല. ഭർത്താക്കന്മാരായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന എല്ലാ ചെറുപ്പക്കാരുടെയും ഒരു ആഗ്രഹമാണ്, ഞാൻ വരച്ച വരയിൽ എന്റെ ഭാര്യ നിൽക്കണം. അല്ലേ? ഏകദേശമുള്ള ആണുങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്, ഞാൻ വരച്ച വരയിൽ എന്റെ ഭാര്യ നിൽക്കണം. നീ കേറി നിൽക്കണതല്ലാതെ ഖിയാമത്ത് നാൾ വരെ നിന്റെ ആമന കേറി നിൽക്കൂല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളെ കൊണ്ട് കഴിയില്ല സഹോദര, ഉറപ്പിച്ച് ഞാൻ പറയും. ഒരാണിനും തന്റെ ഭാര്യ വരച്ച വരയിൽ നിർത്താൻ പറ്റൂല. കാരണം വളഞ്ഞ എല്ലിൽ നിന്ന് അല്ലാഹു പെണ്ണിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. വളഞ്ഞാലും ഒടിയും, മൂത്താലും ഒടിയും. അതാ രണ്ടിന്റെ ഇടയിൽ വളയ്ക്കുകയും വേണ്ട, ഒടിക്കുകയും വേണ്ട. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആയിഷ ബീവിയും തമ്മിൽ വഴക്കൂടിയിട്ടില്ലേ? പിണങ്ങിയിട്ടില്ലേ? ഇത് മനസ്സിലാക്ക്. ഉമർ തങ്ങൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ പെണ്ണുമ്പിള്ളയുടെ പീഡനം സഹിക്കാൻ പറ്റാതെ ഒരു ഭർത്താവ് ഖലീഫയോട് പരാതി പറയാൻ വരിക. ഖലീഫയോട് പരാതി പറയാൻ വേണ്ടി വരുമ്പോ ഉമർ തങ്ങളുടെ വീടിനകത്ത് പതറിയുദ്ധം നടന്നിരിക്കുക. ഭാര്യ എന്നെ പീഡിപ്പിക്കുന്നു എന്ന് പരാതി പറയാൻ ഖലീഫയുടെ വീട്ടിൽ വന്നപ്പോ അവിടെ പടപേടിച്ച് പന്തളത്ത് പോയപ്പോ പന്തം കുളത്തി പറയണ പോലെ ഖലീഫ ഉമർ തങ്ങളെ ഭാര്യ ഇങ്ങനെ വിറപ്പിച്ചോണ്ടിരിക്കുക. ഈ സാധു മിണ്ടാതെ ഇറങ്ങിപ്പോയി. ഉമർ തങ്ങൾ വിളിച്ചിട്ട് വെച്ച്, എന്തേപ്പാ? ഒന്നുമില്ല, നിങ്ങൾ എന്തിനാ വന്നേ? പടച്ചോനെ, ഞാൻ എന്റെ ഭാര്യയുടെ പരാതി പറയാമെന്ന്. ഇവിടെ വന്നപ്പോൾ അവസ്ഥ അതിനേക്കാളും വലുത്. ഇതാ കുടുംബ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആയിഷ ബീവിയും തമ്മിൽ വഴക്കുകൂടും, പിണങ്ങും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. പാത്രമൊക്കെ എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട് ആയിഷ ബീവി. നമ്മൾ മനസ്സിലാക്കേണ്ടതാ. പക്ഷെ പെണ്ണിനെ മനസ്സിലാക്കിയ വിഷയം തീർന്നു. ഒരു ഉദാഹരണം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം വീട്ടിലേക്ക് കയറി ചെല്ലുക. യുദ്ധം കഴിഞ്ഞിട്ടാ വരണേ. യുദ്ധം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഭാര്യ, നമ്മുടെ പെണ്ണുമ്പിള്ള എങ്ങാണ് അങ്ങനെ ചോദിച്ച, പടച്ചവനെ നമ്മളെന്താ എവിടെങ്കിലും പോയി വെയിലും കൊണ്ടിട്ട് ഉച്ചയ്ക്ക് തളർന്ന് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഭാര്യ വീടിന്റെ വാതിലിൽ നിർത്തിയിട്ട്, നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ? ആരോടാ സ്നേഹം എന്ന് ചോദിച്ചാ നമ്മൾ പറയണ മറുപടി നമുക്ക് തന്നെ അറിയാം. അള്ളാഹു പുറത്തേരുമാറാകട്ടെ. ആയിഷ ബീവി ചോദിച്ചു, ഭാര്യമാരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാ? നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് നിന്നോടാ ഇഷ്ടം, ഏറ്റവും ഇഷ്ടം നിന്നെയാ. അകത്തേക്ക് കയറി പിന്നെയും പിടിച്ചു. രണ്ടാമത്തെ ചോദ്യം, ലോകത്ത് ആണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാ? ലോകത്ത് ആണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാ? നിന്റെ വാപ്പാനോട്. നിന്റെ വാപ്പാനോട് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തു ആയിഷ ബീവി. ഇതാ പെണ്ണ്. അവക്കൊരിക്കലും നിന്റെ വാപ്പായി നിന്റെ ഉമ്മായും പറ്റൂല. ഓളുടെ വാപ്പ ഉമ്മ തന്നെ. അതന്നെ ഓളെ വാപ്പ നിന്റെ ഉപ്പ നല്ല മനുഷ്യനാ, നിന്റെ വീട്ടിൽ കല്യാണത്തിന് പോകണം, ഒന്ന് പൊക്കിയാ മതി, തീർന്ന വിഷയം. ഭാര്യയുടെ കണ്ണ് നിറഞ്ഞ തീരണം പ്രശ്നം. എത്ര വൈരാഗ്യമാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആയിഷ ബീവിയും വഴക്കുകൂടി പിണങ്ങി. മിണ്ടുന്നില്ല രണ്ടുപേരും മിണ്ടുന്നില്ല. ആ സമയത്ത് മധ്യസ്ഥനായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു.
അബൂബക്കർ തങ്ങൾ കടന്നു വന്നു. അപ്പൊ മുത്തുനബി പറഞ്ഞു, ആയിഷ ആദ്യം നീ പറ, എന്താ നിന്റെ പരാതി, നീ പറ. നമ്മൾ അങ്ങനല്ല, നമ്മൾ പറയും, നീ കേൾക്കണം. പെണ്ണിന്റെ വീട്ടുകാർക്ക് പറയാൻ അവകാശമില്ല, ആണിന്റെ വീട്ടുകാര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ നിനക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നീ പരാതിയം. മുത്തുനബി മിണ്ടാതെ ഇരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്തോ ഒരു വാക്ക് പറഞ്ഞു. നബിയോട് പറയാൻ പാടില്ലാത്ത എന്തോ ഒരു വാക്ക് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സഹിച്ചില്ല, എഴുന്നേറ്റിട്ട് കൊടുത്തു പടലിക്കുന്നു. അള്ളാന്റെ റസൂലിനെ എന്തോ ഒന്ന് പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റാതെ അബൂബക്കർ തങ്ങൾ വാപ്പയാ എഴുന്നേറ്റിട്ട് ആയിഷ ബീവിയുടെ മുഖത്തടിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആയിഷ ബീവിക്ക് സഹിച്ചില്ല. ഭർത്താവിന്റെ മുന്നിൽ വെച്ച് മധ്യസ്ഥ പറയാൻ വന്ന വാപ്പായി തല്ലി. ആയിഷ ബീവി കരയാൻ തുടങ്ങി. അള്ളാന്റെ റസൂലിന്റെ പൊന്നാര ഭാര്യ ഇരുന്ന് കരയുന്നത് കണ്ടപ്പോ, ഭാര്യയുടെ കണ്ണ് നിറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ തങ്ങളോട് പറഞ്ഞു, മധ്യസ്ഥ പറയാൻ വന്ന മധ്യസ്ഥ പറയണം, എന്റെ ഭാര്യയല്ല ആരാ പറഞ്ഞത്. തീർന്നു. മധ്യസ്ഥ പറയാമെന്ന എന്റെ ഭാര്യയല്ല ആര് പറഞ്ഞു? അബൂബക്കർ തങ്ങൾ പെട്ടുപോയി. ഞാൻ പറഞ്ഞു വന്നതിനർത്ഥം, എന്റെ സഹോദര, സ്നേഹബന്ധം ഉണ്ടാകണം. ഭാര്യ കരഞ്ഞ തീരണം നമ്മുടെ പ്രശ്നങ്ങൾ. 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങിയിരിക്കരുത്. അള്ളാഹു നമുക്ക് നല്ല ജീവിതം നൽകുമാറാകട്ടെ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ബദർ യുദ്ധത്തിന് വരണ്ട, പോയി ഭാര്യയ്ക്ക് ഖിദ്മത്ത് ചെയ്യ്. ഇന്ന് വരെ പെണ്ണുമ്പിള്ള ഉണ്ടാക്കുന്നത് തിന്നുന്നതല്ലാതെ അടുക്കളയിൽ പോയിട്ട് ആ പാവത്തിന്റെ കൂടെ നിന്നൊരു പാത്രമെങ്കിലും നമ്മൾ കഴുകി കൊടുത്തിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കും, പാത്രം കഴുകും. നമ്മളോ അതൊക്കെ ചെയ്യാന്ന് വെച്ചാൽ നാണക്കേടല്ലേ? എടാ, ഒരിക്കലെങ്കിലും ഭാര്യയുടെ കൂടെ അടുക്കളയിൽ പോയി നിൽക്കണം. ഭാര്യയ്ക്ക് ഖിദ്മത്ത് ചെയ്യണം. ഭാര്യ ആരാണെന്ന് അറിയണമെങ്കിൽ അവൾ ഇല്ലാതിരിക്കണം. അപ്പോഴവല്ല, ഉള്ളപ്പം വിലയറിയില്ല. നിനക്കും നിന്റെ ഉപ്പയ്ക്കും നിന്റെ ഉമ്മയ്ക്കും നിന്റെ മക്കൾക്കും നിന്റെ കൂടപ്പുറപ്പിനും വെച്ച് വിളമ്പി തരണം, വസ്ത്രം കഴുകണം, വീട് നോക്കണം, സർവ്വതും നോക്കണം. എന്നിട്ട് നീ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, നിനക്ക് ഇവിടെ എന്ത് ജോലിയാണ്, നീ ഇവിടെ എന്ത് ജോലിയാ? ഒരു ദിവസം അവൾ മരിക്കണം, അന്നറിയാം അവളുടെ ജോലി എന്തായിരുന്നു എന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ ഉസ്മാന് തങ്ങളുടെ ഭാര്യ മരിച്ചു. ഉസ്മാന് തങ്ങളുടെ ഭാര്യ മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമത്തെ മകളെയും കെട്ടിച്ചു കൊടുത്തു. രണ്ടാമത്തെ മകളെയും വിവാഹം കഴിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു എന്തെന്നറിയോ, ഇനി ഒന്നുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് തന്നെ ഞാൻ കെട്ടിച്ചു തരും. നമ്മൾ അങ്ങനല്ല. നമ്മളെന്ത് പറയും? ഒരു ഭാര്യ മരിച്ചു, രണ്ടാമത്തത് മരിച്ചാ പറയും പെണ്ണ് വാഴൂല്ല. നമ്മൾ പറയും എന്നെ കെട്ടിച്ചു കൊടുക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇനി ഒരു മകള് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് തന്നെ ഞാൻ കെട്ടിച്ചു തരും ഉസ്മാനെ. കാരണം ഉസ്മാന് തങ്ങൾ അത്രയ്ക്കും യോഗ്യനായ സഹാബിയ. ഉസ്മാന് തങ്ങൾ അത്രയ്ക്കും യോഗ്യതയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദുന്നൂറൈൻ, 2 പ്രകാശത്തിന്റെ ഉടമയെന്ന മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനുണ്ടായിരുന്ന ഒരു പേരായിരുന്നു